മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോയാൽ അത് കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ തുടരന്വേഷണമാണ്. ആൺ സുഹൃത്തിന്റെ അറസ്റ്റ് ഉടനുണ്ടായേക്കുമെന്നുള്ളതാണ്. കണ്ണാടിക്കൽ സ്വദേശിയും ജിം ട്രെയിനറുമായിട്ടുള്ള ബഷറുദ്ദീനെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താനാണ് പോലീസിന്റെ നീക്കം. യുവാവിന് പെൺകുട്ടി അയച്ച സന്ദേശം പോലീസ് കണ്ടെടുത്തു. എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി താനായിരിക്കുമെന്ന് ഐഷ റഷ നൽകുന്ന സന്ദേശമാണ് പോലീസ് കണ്ടെത്തിയത്. MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, എങ്ങനെയാണ് പോലീസ് അത് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണോ? എന്താണ് അവസ്ഥ? എന്തൊക്കെ കൂടുതൽ വിവരങ്ങളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്? എൽദോ, കഴിഞ്ഞ ദിവസം രാത്രിയാണ് അത്തോളി സ്വദേശിനിയായ ഐഷ എന്ന പെൺകുട്ടിയെ എരഞ്ഞിപ്പാലത്തെ ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ തന്നെയാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ യുവതിയുമായി എത്തിയത്. ആശുപത്രിയിലെത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഇയാൾക്കെതിരെ കേസെടുക്കാൻ പര്യാപ്തമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. എന്നാൽ ഇതിനു പിന്നാലെയാണ് കുടുംബം ഈ ബഷറുദ്ദീൻ എന്ന യുവതിയുടെ ആൺസുഹൃത്തിനെതിരെ രംഗത്തെത്തിയത്. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ഈ ഐഷ റാഷ. പക്ഷേ ആ കുട്ടി ഒരാഴ്ച മുമ്പ് കോഴിക്കോട് എത്തിയെങ്കിലും അത്തോളിയിലെ വീട്ടിലേക്ക് പോകാതെ ഈ ആൺസുഹൃത്തിനൊപ്പം എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിൽ കഴിയുകയായിരുന്നു. വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഓണത്തിന് വരാനാവില്ല, അവധിയില്ല എന്നൊക്കെയാണ് ഈ കുട്ടി അറിയിക്കുകയും ചെയ്തത്. എന്തായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏത് സാഹചര്യത്തിലാണ് കുട്ടി വീട്ടിൽ പോലും പറയാതെ ഈ കോഴിക്കോട് നഗരത്തിലെ തന്നെ ഒരു വാടക വീട്ടിൽ വന്ന് താമസിക്കാൻ ഇടയായ സാഹചര്യം എന്നാണ് കുടുംബം ചോദിക്കുന്നത്. 2 വർഷമായി ഈ ബഷറുദ്ദീനുമായി, ഒരു ജിം ട്രെയിനറാണ്, ഇയാളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പക്ഷേ ഇയാൾ കടുത്ത ശാരീരിക ഉപദ്രവമടക്കം ഈ കുട്ടിയെ ഏൽപ്പിച്ചിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. ഈ ഐഷ റാഷയുടെ കൂട്ടുകാരികൾ ഇത് സംബന്ധിച്ചുള്ള വിവരം കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. കടുത്ത മർദ്ദനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ കുട്ടിയുടെ ഈ വ്യാജ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ മോർഫ് ചെയ്യപ്പെട്ട ദൃശ്യങ്ങളോ മറ്റോ പകർത്തി ഈ സ്ഥിരമായി ഈ ബ്ലാക്ക് മെയിലിംഗ് ഒരുപക്ഷെ ചെയ്തിരിക്കാം എന്ന സംശയവും കുടുംബം പറഞ്ഞിരുന്നു. അതുകൊണ്ടാവാം ഈ കുടുംബത്തിലേക്ക് പോലും വരാതെ ഇയാൾക്കൊപ്പം താമസിക്കാൻ ഇടയായ സാഹചര്യമെന്നും കുടുംബം കുറ്റപ്പെടുത്തുന്നു. ആത്മഹത്യയല്ല, മറിച്ചൊരു കൊലപാതകമാണ് നടന്നതെന്ന ആരോപണം കുടുംബം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മരണം തൂങ്ങിയ മരണമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീടിന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴും ഇയാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും പിന്നീട് വീട്ടിലെത്തുമ്പോൾ പലതവണ കതക് മുട്ടിയിട്ടും തുറക്കാതെ വരുന്നതും കതക് തല്ലി തകർക്കുന്നതുമൊക്കെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ വീടിൻ്റെ ഉടമയായ ആളിനെ കൂടി ചേർത്താണ് വീട് തകർത്ത് ഈ കുട്ടിയുമായി പുറത്തേക്ക് വരികയും പിന്നീട് ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഇതൊരു ആത്മഹത്യയാണ് എന്ന കൃത്യമായ നിഗമനം പോലീസിനുണ്ട്. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ തനിക്ക് പുറത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ യുവതി ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ ഇയാളെ അനുവദിക്കുന്നുണ്ടായില്ല. പുറത്ത് പോകരുത് എന്ന നിലപാട് സ്വീകരിച്ചു. ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. എന്നാൽ ഈ പെൺകുട്ടിയുടെ വാക്കുകൾ അവഗണിച്ച് ഇയാൾ പുറത്തേക്ക് പോയി. ഇതിൻ്റെ ഒരു രോഷത്തിലാണ് ഇയാൾ ഈ യുവതി ആത്മഹത്യ ചെയ്തതെന്നൊരു വാദമാണ് ഇയാൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ ബഷറുദ്ദീനെ കൊടുക്കുന്ന തരത്തിലുള്ള വാട്സാപ്പ് സന്ദേശം പോലീസ് പിന്നീട് ഈ ബഷറുദ്ദീൻ്റെ ഫോണിൽ നിന്നും കണ്ടെടുത്തു. ഈ താനാണ്, അതായത് ബഷറുദ്ദീനാണ് ഈ തൻ്റെ മരണത്തിന് കാരണക്കാരൻ എന്ന് ആ വാട്സാപ്പ് സന്ദേശത്തിലുണ്ടായിരുന്നു. ആ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബഷറുദ്ദീനെതിരെ കേസെടുക്കാൻ പോലീസ് നീങ്ങുന്നത്. ഇന്നലെ മുതൽ തന്നെ ഇയാൾ കസ്റ്റഡിയിലാണ്. വൈകുന്നേരത്തോടുകൂടി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ആത്മഹത്യ പ്രേരണ കുറ്റമാവും ചുമത്തുക. മറ്റുള്ള ബന്ധുക്കളുടെ അടക്കം ആരോപണങ്ങൾ, പ്രത്യേകിച്ചും ഈ മർദ്ദിച്ചിരുന്നു അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളെക്കുറിച്ചും വിശദമായി പോലീസ് അന്വേഷിക്കും. ഒപ്പം മംഗലാപുരത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിനി അവധി ലഭിച്ചിട്ടും എന്തുകൊണ്ട് വീട്ടിൽ പോകാതെ ഈ ആൺസുഹൃത്തിനൊപ്പം ഒരാഴ്ചയായി രഹസ്യമായി തങ്ങുന്നു എന്ന കാര്യത്തെക്കുറിച്ചും ഇതിന് പിന്നിലുണ്ടായ ഒരു എന്ത് കാരണമാണ് ഇതിന് പ്രേരിപ്പിച്ചതെന്നതിനെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും വളരെ ഗൗരവത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. നിലവിൽ മൊബൈൽ ഫോണും മറ്റും പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നിന്നുമാണ് ചില തെളിവുകൾ കിട്ടിയത്. ഈ പെൺകുട്ടിയുടെ ഒരു ലാപ്ടോപ്പ്, ഒരു ടാബ്ലറ്റ് ഫോണുണ്ട്. അത് ഇതുവരെ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് തുറന്നുള്ള പരിശോധനയും നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അനീഷ, ഈ ഏതാണ്ട് 2 വർഷമായി ഇത്തരത്തിൽ വാടക വീട്ടിൽ കഴിയുന്നപ്പോൾ വീട്ടുകാർ എന്താണ് പറയുന്നത്? വീട്ടുകാരുമായി പെൺകുട്ടി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ലേ? വീട്ടുകാരോടും അത്യാവശ്യം സുഹൃത്തുക്കളോടെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ പോലീസ് ഇവരുടെയൊക്കെ വിശദമായ മൊഴി എടുത്തോ? എന്താണ് അവരൊക്കെ പറയുന്നത്?
എൽദോ 2 വർഷമായി ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം തുടങ്ങിയിട്ട്, പക്ഷേ ആ 2 വർഷവും പൂർണ്ണമായി ഇയാളുടെ വീട്ടിലായിരുന്നില്ല താമസം. ഈ പലപ്പോഴും കോഴിക്കോട് എത്തുമ്പോൾ താമസിച്ചിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കുടുംബത്തോട് വളരെ അടുത്ത ബന്ധമാണ് പുലർത്തിയെന്ന് കാര്യങ്ങളൊക്കെ പറയുകയുമൊക്കെ ചെയ്തു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായാണ് ഇത്തരത്തിൽ ഒരു ഉൾവലിഞ്ഞുള്ള പെരുമാറ്റം ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. വീട്ടിലേക്ക് വരുന്നില്ല ഓണത്തിനെന്ന് പറഞ്ഞ ശേഷം എന്തുകൊണ്ട് ഈ എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിലെത്തി തങ്ങി എന്ന ചോദ്യവും പ്രസക്തമാണ്. ഒപ്പം ആത്മഹത്യ ചെയ്യാൻ നേരത്തെ ആലോചിച്ചുറപ്പിച്ചത് ആളാണെങ്കിൽ എന്തിന് എരഞ്ഞിപ്പാലത്തേക്ക് വന്ന് ആത്മഹത്യ ചെയ്യണം? അങ്ങനെയെങ്കിൽ മംഗലാപുരത്ത് വെച്ച് തന്നെ ആത്മഹത്യ ചെയ്താൽ പോരെ എന്ന ചോദ്യവും കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും നിർണായകമായി മാറുന്നത് ഒരു ടോക്സിക് പെരുമാറ്റം, പലപ്പോഴും ഉൾവലിഞ്ഞ രീതിയിൽ, അതായത് ഈ കുട്ടിയെ ഒന്നിനും അനുവദിക്കാത്ത, അല്ലെങ്കിൽ ഫോൺ വരികയോ അല്ലെങ്കിൽ മെസ്സേജ് വന്നാൽ പോലും അത് അനുവദിക്കാത്ത രീതിയിലുള്ള, മറ്റുള്ള ആളുകളോട് ഇടപെടാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ടോക്സിക് റിലേഷനാണ് ഇയാൾ വന്നിരുന്നത് എന്ന് ഈ സഹപാഠികളായ ചില കൂട്ടുകാർ കുടുംബത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ കയ്യിൽ കിട്ടുന്ന എന്തും ഉപയോഗിച്ച് ഈ കുട്ടിയെ മർദ്ദിച്ചിരുന്നു എന്ന ചില വിവരങ്ങളും മരണശേഷം ഈ സുഹൃത്തുക്കളായ ആളുകൾ പങ്കുവച്ചിരിക്കുന്നു. ഒപ്പമാണ് ഈ ബ്ലാക്ക് മെയിലിംഗ് പോലുള്ള ചില സംശയങ്ങളും കുടുംബം ഉന്നയിക്കുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള സമഗ്രമായ പരിശോധന നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഈ സഹപാഠികളായ വിദ്യാർത്ഥികളുടെ മൊഴികൾ എടുക്കും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തും. മിനിഞ്ഞാന്നാണ് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ഇന്നലെയാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുടുംബത്തിന് മൃതദേഹം കൈമാറിയത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്വാഭാവിക സമയം എടുക്കുന്ന ചില പ്രക്രിയകളുണ്ട്. അക്കാര്യങ്ങളൊക്കെ ഒരു വശത്ത് ശേഖരിക്കും. അന്ന് തന്നെ ഈ ആശുപത്രി വെച്ച സമയത്ത് തന്നെ ഈ ബഷീറുദ്ദീനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പുറത്തേക്ക് അതിനുശേഷം വിട്ടിരുന്നില്ല. ഇപ്പോഴും പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് അയാൾ ഉള്ളത്. വൈകാതെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഇയാൾക്ക് അമ്മ നേരത്തെ തന്നെ മരിച്ചു പോയതാണ്. അച്ഛൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് കോയമ്പത്തൂരിലേക്ക് പോയിരിക്കുന്നു. ഇയാൾ തനിച്ചാണ് ജീവിക്കുന്നത്. വീട് കണ്ണാടിക്കൽ ഭാഗത്തായിരുന്നു വീട്, പക്ഷേ അവിടെ വീട് ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വാടക വീടെടുത്ത് താമസിക്കുന്നു. ജിം ട്രെയിനറായി പ്രവർത്തിക്കുന്നു. മറ്റു പലരുമായും ഇയാൾക്ക് ബന്ധമുണ്ടെന്നൊക്കെ ഈ ആയിഷ റാഷയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങൾ അടക്കമുള്ളവയെക്കുറിച്ച് വളരെ സമഗ്രമായ ഒരു അന്വേഷണം നടക്കും. ഒപ്പം ഈ യുവതിയുമായി പലപ്പോഴും തർക്കത്തിലേർപ്പെടുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തു എന്നൊക്കെ ഈ ബഷീറുദ്ദീൻ്റെ മൊഴിയിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണോ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ, ഈ ബ്ലാക്ക് മെയിലിംഗ് പോലുള്ള കാര്യങ്ങളുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും ഏറ്റവും അടിയന്തരമായി ഈ കുട്ടിയുടെ സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൽദോ കുട്ടിയുടെ വിവരങ്ങൾ തേടുകയാണ് ഇപ്പോൾ പോലീസ്. ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത ടാബ്ലറ്റിൽ നിന്ന് ടാബിലെ കൂടുതൽ വിവരങ്ങൾ എത്രത്തോളം നിർണായകമാകുമെന്ന് കാത്തിരിക്കാമെന്നാണെങ്കിലും ഒരുപാട് ദുരൂഹതകൾ അതിലുണ്ട്. എന്താണ് ഇതിന് കാരണമെന്നൊക്കെ ഇനിയും പിന്നാലെ പുറത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാമെന്നാണെങ്കിലും ജിം ട്രെയിനറായിട്ടുള്ള ബഷീറുദ്ദീൻ, അദ്ദേഹത്തിനെതിരെയാണ് ഈ ആത്മഹത്യ പ്രേരണാകുറ്റം ചുമത്താൻ പോലീസിൻ്റെ തീരുമാനം. പെൺകുട്ടി അയച്ച സന്ദേശം അത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ താനായിരിക്കും ഉത്തരവാദി എന്ന് കൃത്യമായി ഈ പെൺകുട്ടി, അതായത് ആയിഷ റഷ, അതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.